അസ്സലാമു അലൈക്കും. നമുക്കിടക്കൊക്കെ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ വരാറുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് സൂറത്തുൽ ബഖറയിലെ 155-ാമത്തെ ആയത്താണ്. അതിലെ റബ്ബ് പറയുന്നത് وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. റബ്ബ് പറഞ്ഞത് വലനബ്ലുവന്നക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫ്, കുറച്ചൊക്കെ ഭയം കൊണ്ട്, വൽ ജൂഅ, പട്ടിണി കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാൽ, ധനനഷ്ടം കൊണ്ട്, വൽ അൻഫുസ്, ജീവനഷ്ടം കൊണ്ട്, വസ്സമറാത്ത്, വിഭവനഷ്ടം കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്നാലോ അതിൽ വിജയിക്കുന്നവരാരാണെന്ന് റബ്ബ് അവസാനം പറയുകയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ. അതെ, ക്ഷമിക്കുന്നവരാണ് വിജയിക്കുന്നവർ. അപ്പോ ആ സമയത്ത് നമുക്ക് നഷ്ടങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെ കൊണ്ട് ക്ഷമിക്കുവാൻ സാധിക്കാറുണ്ടോ എന്ന് നാം സ്വയം തന്നെ ചോദിച്ചു നോക്കുക. അങ്ങനെ ക്ഷമിക്കുന്നവരാണെങ്കിൽ വബശ്ശിരിസ് സ്വാബിരീൻ, നബിയെ, ആ ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കുക എന്ന് നബിയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നമ്മെ കൊണ്ട് ക്ഷമിക്കുവാൻ സാധിക്കണം ഇത്തരം നഷ്ടങ്ങളിലും പരീക്ഷണങ്ങളിലും.